സ്നേഹം നിറഞ്ഞ എല്ലാ പ്രേക്ഷകർക്കും ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. എനിക്കെന്ത് ഇഷ്ടമാണെന്നോ എൻ്റെ ഈശോയുടെ പാട്ട്. എൻ്റെ ഈശോയുടെ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് വലിയൊരു ആശ്വാസമാണ്, വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ ഭാരമെല്ലാം നീങ്ങിപ്പോവും. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഒരു യൂട്യൂബിൽ ഒരു ഡിവോഷണൽ സോങ്ങിൻ്റെ അടിയിൽ വന്ന കമൻറ്റാണ്. ഒരു ഹൈന്ദവ സ്ത്രീയുടെയാണ്. ഞാൻ ഹൈന്ദവ സ്ത്രീയാണ്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടത് എൻ്റെ ഈശോയുടെ പാട്ട് കേൾക്കാനെന്നാണ്. അപ്പോൾ എൻ്റെ ഈശോ അത് 3-4 പ്രാവശ്യം ഇങ്ങനെ പറയുന്നുണ്ട്. ഈശോയുടെ അനുഗ്രഹവും സമാധാനവും ആശ്വാസമെല്ലാം അനുഭവിക്കാനുള്ളൊരു നിമിഷമാണ് ഈ ഒരു വലിയ നിമിഷം. നമ്മുടെ കൂടെ ആയിരിക്കുന്നത് ഒരു അനുഗ്രഹീത ഗായികയാണ് സിസ്റ്റർ ലിസ SKD. ഏറെ സ്നേഹത്തോടു കൂടി സിസ്റ്ററെ സ്വാഗതം ചെയ്യാണ്. സുഖമാണോ സിസ്റ്ററെ? സുഖമായിരിക്കുന്നു. കുറേ സിസ്റ്ററിനെ പറ്റി എനിക്കറിയാം, നമുക്ക് പരസ്പരം പരിചയമുണ്ട്. അതിനെല്ലാം മുമ്പായിട്ട് സിസ്റ്ററിൻ്റെ ഒരു പാട്ട്, ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതുകൊണ്ട് സിസ്റ്ററിൻ്റെ ഇഷ്ടമുള്ള പാട്ടെന്ന് ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കൊണ്ട് നമുക്ക് എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ഓക്കെ. യേശുവിൻ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു.
കാത്തിടേണമേ. എന്നോട് ഹൃത്തിൽ നീ വന്നു വസിക്കണേ. എന്നെന്നും ഞങ്ങളെ കാത്തിടേണമേ. യേശുവിൻ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു. യേശുവിൻ സ്നേഹം ഞാൻ അനുഭവിച്ചു. എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ, എൻ്റെ രക്ഷകാ. എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ, എൻ്റെ രക്ഷകാ. എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ, എൻ്റെ രക്ഷക. ഇതിങ്ങനെ ഹൃദയത്തിൽ നിറഞ്ഞു. എൻ്റെ മനസ്സ് പോയത് പെട്ടെന്ന് ആ ഹൈന്ദവ സ്ത്രീയുടെ വാക്കുകളുണ്ടല്ലോ, എൻ്റെ ഈശോ, എൻ്റെ ഈശോയെ. ഇതിങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ എൻ്റെ ഈശോ ഇങ്ങനെ പറഞ്ഞു നടക്കാനായിട്ട് ഇങ്ങനെ ശ്രേഷ്ഠമായ വരികൾ, ഊർജം നിറഞ്ഞ പാട്ട്, എൻ്റെ ഈശോയുടെ പാട്ട്. ഇതിൻ്റെ ഈ പിന്നിൽ ആരൊക്കെയാണ് ഇതിൻ്റെ വരികൾ, ഓർക്കസ്ട്രേഷൻ, അതിനെ പറ്റി ഒന്ന് പറയാം. അതായത് ഈ പാട്ട് എഴുതിയത് മാട്രയിലുള്ള ഒരു ജോൺസൺ സാറാണ്. സാർ എന്നെ ഒരിക്കലും വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റേ എനിക്കിങ്ങനെ പാട്ടുണ്ട്, ഒന്ന് പാടാൻ വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ചെന്ന് ഈ പാട്ട് പാടി. എനിക്ക് ഈ പാട്ട് ഒത്തിരി ഇഷ്ടമാണ്. കാരണം എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ, എൻ്റെ രക്ഷകാ. ഈശോ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും നമ്മൾ എന്തൊക്കെ ജോലി ചെയ്താലും അവിടെയെല്ലാം ഈശോ കടന്നു വരും എന്ന ഒരു ഒരു മൂവാണ് ആ വരികൾ കേൾക്കുമ്പോൾ തന്നെ, അല്ലേ? അത് ചേർന്ന് നിന്ന് പാടുമ്പോഴാണ് നമ്മളെ മനസ്സ് മുഴുവൻ, എൻ്റെ അവസ്ഥയും മുഴുവനായിട്ട് എൻ്റെ ഈശോയെ കൊടുക്കുമ്പോൾ അറിയാതെ നമ്മളിങ്ങനെ നെഞ്ചത്ത് കൈവച്ച് നമ്മൾ പാടിപ്പോകും. കാരണം ഉണ്ടച്ചാ, എന്താന്ന് വെച്ചാൽ ഈ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ ജീവിതം മുഴുവൻ അങ്ങനെയാണ്. ഈശോ കൂടെയുള്ളത് കൊണ്ടാണ് ഞാൻ എപ്പോഴും നല്ല ഹാപ്പിയാണ്. കാരണം ഇപ്പോൾ ഞാൻ സിസ്റ്ററായിട്ട് 34 വർഷമായി. 34 വർഷമായി. പക്ഷേ സിസ്റ്ററായ കാലം മുതൽ ഇന്ന് വരെ ഈശോയുടെ വചനം പാടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് പൂർണ്ണമായി സപ്പോർട്ട് തന്നത് ഞങ്ങളുടെ ഈ സമൂഹത്തിൻ്റെ പേര് അച്ഛനറിയാവോ എന്നറിഞ്ഞുകൂടാ. മാനന്തവാടി രൂപത സ്ഥാപിതമായപ്പോൾ രൂപതയുടെ മെത്രാനായിരുന്ന മാർ ജേക്കബ് തുങ്ങഴി പിതാവാണ്. ഈ പിതാവാണ് ഞങ്ങളുടെ ഈ സമൂഹം, ക്രിസ്തുദാസി സമൂഹം സ്ഥാപിച്ചത്. അപ്പോൾ ഈ സ്നേഹമുള്ള പിതാവും ഞാൻ സമൂഹത്തിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ആയിട്ടുള്ളവർ, കൗൺസിലേഴ്സ് ആയിട്ടുള്ളവർ, ഞാനിതെല്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ടുണ്ടോ അവിടെയുള്ള സിസ്റ്റേഴ്സ്, ഇവരെല്ലാം എന്നെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യും. ഒത്തിരിയേറെ അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ തരും. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. ഒത്തിരിയേറെ പാട്ടുകൾ പാടുവാൻ, ഈശോയുടെ വചനം, അതാണ് ഈശോയുടെ വചനം പാടുവാൻ, ഈശോയുടെ വചനം പറയുവാൻ എൻ്റെ അധികാരികൾ, ഈ സ്നേഹമുള്ള പിതാവിൻ്റെ എല്ലാം പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ ഞാൻ എത്തിച്ചേർന്നത്. ഈ ഈശോയാണ് എന്നെ വഴി നടത്തിയത് എന്ന് 100% വിശ്വാസം എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ സിസ്റ്ററിനെ എനിക്കറിയാം. അതുപോലെ നമ്മൾ പല സാഹചര്യങ്ങളിൽ ഒരു മാർക്കിടാനൊക്കെ നമ്മൾ പോയിട്ടുണ്ട് രൂപതയിൽ. ഞാനിവിടെ വയനാട്ടുണ്ടായിരുന്നപ്പോൾ. പക്ഷെ ഞാൻ ആദ്യമേ സിസ്റ്ററിനെ കാണുന്നത് ഞങ്ങളുടെ തന്നെ ക്ലരീഷൻ അച്ഛന്മാരുടെ കുറേ പട്ടം സിസ്റ്റർ പാടിയിട്ടുണ്ട്. അപ്പം ഞാനതിൽ ബ്രദറായിരുന്ന ആ സമയത്തൊക്കെ സിസ്റ്ററിൻ്റെ പാട്ടിങ്ങനെ കേട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ മാനന്തവാടി വന്നു കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് പട്ടങ്ങൾ പാടിയിട്ടുണ്ടെന്ന്, അല്ലേ? ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ദൈവകൃപ കൊണ്ട് ഒരു സിസ്റ്ററാകാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഒരു സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു ജീവിതമാണെങ്കിലും ഞാൻ 100% സംതൃപ്തിയാണ്. ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം പാട്ടിലൂടെയൊക്കെ ഈ വചനം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സിസ്റ്റർ ആയതുകൊണ്ടാണ്. ഞാൻ അഭിമാനിക്കുകയാണ്. പിന്നെ അച്ഛനിപ്പോൾ പറഞ്ഞപ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. 373 വൈദികരുടെ പട്ടത്തിന് പാടാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. 373 ചിലതൊക്കെ എഴുതാതെ പോയിട്ടുണ്ട്. ക്ലരീഷ്യൻകാരുടെ ഒരു വർഷം ഒരു 13 പട്ടം ഒരുമിച്ചുണ്ടായിരുന്നു. അന്നാണ് ഞാൻ സിസ്റ്ററിനെ ആദ്യം കാണുന്നത്. അപ്പം കേരളത്തിൽ മാനന്തവാടി രൂപത മുതൽ
തലശ്ശേരി, താമരശ്ശേരി, ഇടുക്കി, പാലാ, കാഞ്ഞിരപ്പള്ളി, അങ്ങനെ എല്ലാ രൂപതകളിലും, കോതമംഗലം, എല്ലാ രൂപതകളിലും തന്നെ ആ വർഷം നിങ്ങളുടെ പട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനും ഞാൻ വന്നിരുന്നു. പിന്നെ കൂടാതെ തന്നെ മാനന്തവാടി രൂപതയിൽ, തലശ്ശേരി രൂപതയിൽ, ഇടുക്കി രൂപതയിൽ, താമരശ്ശേരി രൂപതയിൽ, അങ്ങനെ എല്ലായിടത്തും തന്നെ ഈശോയുടെ വചനം പട്ടത്തിലൂടെ പാടാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതിന് നന്ദി പറയുകയാണ്. എവിടെ ചെന്നാലും സിസ്റ്റർ എൻ്റെ പട്ടത്തിന് പാടിയതാണല്ലോ എന്ന് പറയും. ഇപ്പോൾ ഞാനുള്ളത് ബാംഗ്ലൂരാണ്. 2 മാസമായുള്ളൂ ഞാൻ ബാംഗ്ലൂർക്ക് പോയത്. ഇവിടെ മാനന്തവാടി ഇപ്പോൾ ബാംഗ്ലൂര്. ഈ മാനന്തവാടിയിൽ അപ്പോൾ എത്ര വർഷം ഉണ്ടായിരുന്നു? 28 വർഷവും ഞാൻ മാനന്തവാടി രൂപതയിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജോണച്ചനാണ് എന്നെ ഈ വഴിയിലേക്ക് ശരിക്കും എത്തിച്ചത്. കാരണം ധ്യാനകേന്ദ്രത്തിൽ ഞാൻ അച്ഛനോടൊപ്പം കുറേ വർഷം ഉണ്ടായിരുന്നു. ഞാൻ മാനന്തവാടി വരുന്ന ജോണച്ചനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് എനിക്കൊരു ഭാഗ്യമുണ്ടായി അച്ഛനായിട്ട് കുറെ കൂടി കോണ്ടാക്ട് വരാനായിട്ട്. ഞാനിപ്പോൾ ശ്രദ്ധിച്ച സിസ്റ്ററെ വചനം പാടുവാനാണ് സിസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഓർക്ക് ദൈവം, ഞാനൊക്കെ പാട്ട് പാടാന്ന് പറയുമ്പോൾ സിസ്റ്റർ വചനം പാടാന്ന് പറയും. അപ്പം എത്രത്തോളം ആ ഒരു ഈശോയുടെ പാട്ടിന് ഒരു വചനവുമായിട്ട് ബന്ധപ്പെടുത്തി എത്രത്തോളം ഈശോയെ സ്നേഹിക്കുന്നുണ്ടെന്ന് വളരെ വ്യക്തമാണ്. കാരണം എനിക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായി, എൻ്റെ വാക്കും കൂടി പ്രയോഗം കൂടി മാറ്റണം. പാട്ട് പാടണം എന്നല്ലാതെ വചനം പാടാം, അതാണ് കറക്റ്റ്. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാം വചനം പാടാനാണ്. സിസ്റ്റർ ഒരു പാട്ടും കൂടി, ഒരു വചനം കൂടി ഒന്ന് പാടിത്തരാം? തീർച്ചയായിട്ടും. സ്നേഹഗായക ഞാനൊന്നു പാടിടാം നിൻ ദിവ്യ കീർത്തനം, എന്നെ മറന്നു ഞാൻ. ഓ സ്നേഹഗായക ഞാനൊന്നു പാടിടാം നിൻ ദിവ്യ കീർത്തനം, എന്നെ മറന്നു ഞാൻ. സംഗീതവീരും പുണ്യപ്രസാദമായി പ്രാർത്ഥനാഗാനമായി കേൾക്കണേ ഗായക. സംഗീതവീരും പുണ്യപ്രസാദമായി പ്രാർത്ഥനാഗാനമായി കേൾക്കണേ ഗായക. ഓ സ്നേഹഗായക ഞാനൊന്നു പാടിടാം നിൻ ദിവ്യ കീർത്തനം, എന്നെ മറന്നു ഞാൻ. ഹൃദയത്തിൻ തിങ്ങളും മനസ്സിൻ്റെ തേങ്ങലും ഭാവനയാക്കി ഞാൻ. ഹൃദയത്തിൻ തിങ്ങളും മനസ്സിൻ്റെ തേങ്ങലും ഭാവനയാക്കി ഞാൻ. ഗാനമായി ഉരുവിടാം, അർച്ചനയായി ജീവിതം, ആരാധിയായി ജീവനും, സർവ്വതും ഞാൻ നൽകാം തവ തിരുസന്നിധി. ഓ സ്നേഹഗായക ഞാനൊന്നു പാടി
സ്നേഹഗീതമായി തരംഗമായി മാറുവാൻ അനുഗ്രഹമേകണേ. ഒരു സ്നേഹഗീതമായി തരംഗമായി മാറുവാൻ അനുഗ്രഹമേകണേ. ഓ സ്നേഹഗായക, പുണ്യഗേഹമെന്നപ്പോൾ ഭൂവിലെങ്ങുമെങ്ങുമേ അലകളായി മാറ്റണേ എൻ്റെ ആലാപനം. ഓ സ്നേഹഗായക, ഞാനൊന്നു പാടിടാം നിൻ ദിവ്യ കീർത്തനം. എന്നെ മറന്നു ഞാൻ സംഗീതവിരുന്നായി പുണ്യപ്രസാദമായി പ്രാർത്ഥനാഗാനമായി കേൾക്കണേ ഗായക. ഓ സ്നേഹഗായക, ഞാനൊന്നു പാടിടാം നിൻ ദിവ്യ കീർത്തനം. എന്നെ മറന്നു ഞാൻ. ഒരു രക്ഷയില്ല സിസ്റ്ററെ. എന്താച്ചാ നല്ല വോയിസ്, ജാനകിയമ്മയുടെ ഒരു വോയിസ് ഉണ്ട്. അത് എങ്ങനെ കേട്ടിരുന്നു. ഞാൻ ഓർക്ക് ചെയ്ത് പട്ടങ്ങൾ പാടിയിട്ടുണ്ട്, ഇത്രയും 350 കൂടുതൽ. അതുപോലെ തന്നെ മറ്റ് പാട്ടുകളും ഇപ്പോൾ പള്ളിയിലൊക്കെയാണെങ്കിൽ തന്നെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഇരുന്ന് പോകും. ഞാൻ ചുമ്മാ പൊക്കി പറയുന്നതല്ല കേട്ടോ, കാരണം ദൈവം നല്ലപോലെ സിസ്റ്ററിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത്രയും വർഷമായിട്ടും ഇപ്പോഴും ആ ഒരു ശബ്ദം തമ്പുരാൻ നിലനിർത്തുന്നത് തന്നെ എത്രത്തോളം ഈശോ സ്വർഗം എത്രത്തോളം സിസ്റ്ററിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അച്ഛാ, ഞാനൊരു സംഭവം ഓർക്കുകയായിരുന്നു. ഞാൻ അഹങ്കാരം പറയാൻ വേണ്ടിയല്ല, അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പുതുക്കുളം ജോണച്ചൻ്റെ കാര്യം. അച്ഛൻ്റെ കൂടെ ധ്യാന ടീമിൽ ഞാൻ 5 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ചെമ്പേരി ഇടവകയിൽ ധ്യാനിപ്പിക്കാനായിട്ട് അച്ഛൻ്റെ കൂടെ പോയി. അന്നേരം ധ്യാനത്തിനിടയ്ക്ക് നമ്മൾ പല പാട്ടുകൾ പാടും. അപ്പം ഞാൻ ഈ ഒരു പാട്ട് പാടി. ഇത്രയഗാധമായി സ്നേഹിച്ചതില്ല യേശുവേ നീയല്ലാതാരുമാരും. സാധാരണ പോലെ ഈ പാട്ട് പാടി ഞാൻ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ പാട്ട് ഞാൻ കുർബാന സ്വീകരണത്തിനാണ് പാടിയത്. എന്നോട് പറയാം, സിസ്റ്ററെ നാളെയും കൂടി ആ പാട്ടൊന്ന് കുർബാന സ്വീകരണത്തിന് പാടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആ ചേട്ടായിയോട് പറഞ്ഞു, ചേട്ടായി ഇന്നലെ അത് പാടിയതല്ലേ, ഇന്ന് വേറെ പാട്ട് പാടാൻ അല്ലേ എന്ന് പറഞ്ഞു. അങ്ങ് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അയാളെ വെറുതെ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ആ മൈക്രോ ഓപ്പറേറ്റർ പുറകിലാണ് ഇരിക്കുന്നത്. അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പറ്റിയേ, എന്താ ഒരു സങ്കടമൊക്കെ കാണുന്നേ? അപ്പോൾ പറയാ, സിസ്റ്റേ ഞാൻ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുവാനായിട്ട് പോകും, പക്ഷേ കുർബാനയിൽ പങ്കെടുക്കാറില്ല, ടോക്കുകൾ കേൾക്കാറില്ല. എന്നാൽ ഇന്ന് സിസ്റ്റർ ആ ഗാനം പാടിയപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു വികാരം, ഒരു സങ്കടം. എൻ്റെ ദൈവം ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്നുവെന്ന്. ബഹുമാനപ്പെട്ട പുതുക്കുളച്ചൻ വഴിയായിട്ട് അവിടെ വരാനും ഈ ഒരു പാട്ട് പാടാനും അദ്ദേഹം വീണ്ടും സിസ്റ്ററെ ആ പാട്ട് പാടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ പാട്ട് പാടി. പിന്നീട് ഞാനൊരു 7-8 വർഷങ്ങൾക്ക് ശേഷം ആ വ്യക്തിയെ കേളകത്ത് വെച്ച് ഞാൻ കാണുകയുണ്ടായി. അയാൾ ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, സിസ്റ്ററെ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ പറയാം, പണ്ട് ചെമ്പേരിയിൽ വന്നപ്പോൾ സിസ്റ്റർ ഒരു പാട്ട് പാടിയപ്പോൾ ഞാൻ വന്ന് പറഞ്ഞില്ലേ, ആ വ്യക്തിയാണ് ഞാൻ. അതിനുശേഷം ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല, കള്ളു കുടിച്ചിട്ടില്ല. വിശുദ്ധ ബലിയിൽ പിന്നീട് ഞാൻ പങ്കെടുക്കുകയുണ്ടായി എന്ന് പറഞ്ഞ് അയാളുടെ അനുഭവങ്ങൾ എങ്ങനെ പറഞ്ഞു. അതുപോലെ ഒത്തിരി പേര് പറയാറുണ്ട്. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ പുതിയ സ്ഥലത്ത് ചെന്നാൽ നമ്മളൊരു പാട്ട് പാടി കഴിയുമ്പോൾ അവർ പറയും പാട്ട് ഒരു പ്രാർത്ഥനയാണ് എന്ന്. തീർച്ചയായിട്ടും ഞാൻ പാടുമ്പോഴൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കാറുള്ളൂ. ദൈവമേ, എൻ്റെ വായിൽ നിന്നും ഒരു വചനം പുറത്തേക്ക് വരുമ്പോൾ അത് കേൾക്കുന്ന ആരെങ്കിലും, ഒരുപക്ഷെ 100 പേരായിരിക്കാം, 10 പേരായിരിക്കാം, ഒരു വ്യക്തിയെങ്കിലും എൻ്റെ ഈശോയെ എന്ന് വിളിച്ചിട്ട് പുറത്തു പോകണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ സാധാരണ വചനം പാടാനായിട്ട് പോകുന്നത്. മാനന്തവാടി രൂപതയിൽ കുറേ ഒരു 48-49ഓളം വൈദികരുടെ മരിച്ചടക്കിന് പാടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ഛന്മാർ വന്ന് പറയും, ദേ ലിസാസ്റ്റേ ഞാൻ മരിക്കുമ്പോൾ വന്ന് പാടണം കേട്ടുവന്നു. അപ്പോൾ ഞാൻ പറയും, നിങ്ങളെക്കാളും മുൻപ് ഒരുപക്ഷെ മരിക്കുന്നത് ഞാനായിരിക്കും എന്ന് പറയും. അപ്പോൾ അവർ പറയും, ഞാൻ ഒപ്പീസ് ചൊല്ലിക്കൊള്ളാം എന്ന്. നമ്മുടെ നടവയിൽ ഇടവകയിലെ ഗർവാസിച്ചനൊക്കെ എപ്പോഴും വരുമ്പോൾ എന്നോട് പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞ് മരിച്ചുപോയ കുറേ പേരുണ്ട്. അവരുടെ എല്ലാം പാടാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്ന ഒരു സിസ്റ്ററിൻ്റെ ആ ഒരു വോയിസ്
സിസ്റ്റർ പറഞ്ഞതുപോലെ വചനം പാടുക, പ്രാർത്ഥിച്ചൊരുങ്ങി വരുന്നു, അത് വചനം അവിടെ കൊടുക്കുകയാണ് സിസ്റ്റർ. അപ്പം അത് കേൾക്കുന്നവർക്ക് സൗഖ്യം ഉണ്ടാകുകയാണ്, ആശ്വാസം ഉണ്ടാകുകയാണ്. അപ്പോൾ പാടുന്നത് പാട്ടായിട്ട് ആകാതെ ഒരു സൗഖ്യമായിട്ട് മാറുമ്പോഴാണ് എനിക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ ബെറിയലിൻ്റെ ഞാനൊരു പാട്ട് കേട്ടായിരുന്നു, നമ്മുടെ ബഹുമാനയുടെ പുതുക്കളച്ചൻ്റെ കൂടെ പാടിയ ഒരു പാട്ട്. അത് വൈറലായിരുന്നു. ഒരു 1 ലക്ഷത്തോ 2 ലക്ഷം മേളിൽ വ്യൂവേഴ്സ് വന്ന ഒരു 3 ലക്ഷത്തിന് മുകളിൽ 3 ലക്ഷത്തിന് മേലെ. അച്ഛനും നിങ്ങൾ രണ്ടും നല്ല കോമ്പിനേഷൻ. അച്ഛൻ്റെ പാട്ടും അച്ഛൻ ഇതുപോലെ തന്നെ, പുതുക്കുളച്ഛൻ ഇതുപോലെ ഈശോയെ സ്നേഹിക്കുന്ന ഒരു വിശുദ്ധനായിട്ടുള്ള വൈദികൻ, സ്ട്രിക്റ്റ് മനുഷ്യനാണ്. പക്ഷേ പറയാനുള്ള പറയും, ഈശോയുടെ സ്നേഹം അങ്ങ് കൊടുക്കുകയും ചെയ്യും. അപ്പം ആ ഒരു പാട്ട് ഞാൻ ഓർക്കുന്നത്, അച്ഛൻ പാടുന്ന സമയത്ത് ഒരു വിങ്ങലുണ്ടായി അച്ഛൻ ഇങ്ങനെ 2 വരി പാടി അതിന് ശേഷം സിസ്റ്റർ റിപ്പീറ്റ് ചെയ്തു. പിന്നെ അച്ഛന് പാടാൻ പറ്റുന്നില്ല, അച്ഛൻ്റെ ഹൃദയം വിങ്ങി. അത് കണ്ടിട്ട് സിസ്റ്റർ അച്ഛൻ്റെ വരി പാടുന്നുണ്ട്. അത് ഏറ്റവും ആദ്യം പാടി ഞാൻ ഓർക്കണം, നമ്മുടെ മാനന്തവാടി രൂപതയെ സ്നേഹിച്ചൊരു കൊല്ലിത്താനച്ഛനുണ്ടായിരുന്നു. ആ അച്ഛൻ എന്ന് പറഞ്ഞാൽ രൂപതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വൈദികനായിരുന്നു. അച്ഛൻ പാടിയപ്പോൾ ഇതുപോലെ ഇവിടെ വാങ്ങുന്നതിന് പാടി 2 വരി കഴിയുമ്പോൾ അച്ഛൻ നോക്കുമ്പോൾ അച്ഛൻ ഇരുന്ന് കരയാ. പക്ഷെ എൻ്റെ ഉള്ളിൽ സങ്കടം വന്നെങ്കിൽ ഞാനൊന്ന് മറന്ന് വേഗം ആയിരടികൾ ഏറ്റെടുത്ത് പാടി. അതുപോലെ തന്നെ നമ്മുടെ പോത്തനാമഴി പിതാവ് മാനന്തവാടി രൂപതയിൽ മരിച്ചുപോയ ഒരു മെത്രാനാണ്. അപ്പോഴും അച്ഛൻ കരഞ്ഞു. പക്ഷെ ഞാനത് അച്ഛനെ നോക്കിയാൽ ഞാൻ കരഞ്ഞു പോകും. അച്ഛൻ വിങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനതിന് ശേഷം അച്ഛൻ വന്നായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഒരു ബത്തേരിയിൽ കെയർ ഹോം, ക്ലരീഷ്യൻസിൻ്റെ കെയർ ഹോം സ്ഥാപനമുണ്ട്. അച്ഛന് ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ അച്ഛനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അത് ലൈൻ തെറ്റിയൊന്നുമല്ല മകനെ അങ്ങനെ വിളിക്കുക, അത് വിങ്ങിപ്പോയി, ആ സമയത്ത് വിങ്ങിപ്പോയി. അച്ഛൻ്റെ നല്ല രസമുള്ള എന്ന് വെച്ചാൽ ഒരു ഫീലിംഗ് ഉള്ളൊരു, ഏറെ പ്രാർത്ഥിക്കാനും സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ പറ്റുന്ന നിമിഷമാണ്. നിങ്ങൾ 2 പേരും കൂടി പാടിയ ആ ഒരു ബെറിയൽ സോങ്, ഇതിൻ്റെ ഒരു 4 വരി ഒന്ന് പാടിത്തരാം. എനിക്ക് വേണ്ടിയും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയും ഒന്ന് പാടിത്തരാം. ഇതിനിടയിൽ ഈ പാട്ട് പാടിയാൽ ആർക്കെങ്കിലും സങ്കടം വരുമോ? ഒന്ന് പാടാം. ഓക്കെ, പാടാം. വചനം പാടാം. താങ്ക് യു. വിടവാങ്ങുന്നേ ദേവാലയമേ, വാനവർ പാടും പരമാലയമേ, ഇനിമേൽ മുറപൂ വരികില്ല ഞാൻ, ബലി ചെയ്വതിനാ അത്ര ശരിക്കും പാടാൻ പറ്റിയില്ല. കാരണം ആ ഒരു മൂഡ് വേറെയാണല്ലോ. അപ്പോൾ ഓർക്കസ്ട്രയും പിന്നെ ആ മരിച്ചു കിടക്കുന്ന ആളെയും കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊരു പ്രത്യേകതയുണ്ട്. നല്ല ഫീലിങ്ങോട് തന്നെ പാടി. പക്ഷെ ഇപ്പം എനിക്കതങ്ങനെ പാടിയെന്നങ്ങ് തോന്നുന്നില്ല. നന്നായിട്ട്, അതായത് നമുക്ക് ഏറ്റവും വലിയ സത്യമാണല്ലോ ഒരു ദിവസം അങ്ങ് പോകണം. പ്രത്യേകിച്ച് വൈദികരുടെ ആ ഒരു സമയം തന്നെ ശവമഞ്ചമെടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോയി മെയിൻ കവാടത്തിലേക്ക് കൊണ്ടുപോകുന്നു, സൈഡ് കവാടത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ സമയത്ത് ഈ പാട്ടും കൂടി വെക്കുമ്പോൾ വിങ്ങിപ്പോവും. നമ്മുടെ ജീവിതത്തിൽ വിലയിരുത്തും, എൻ്റെ ജീവിതമൊക്കെ ഒന്ന് എൻ്റെ ഈശോയ്ക്ക് എത്രമാത്രം കൊടുക്കാൻ പറ്റിയെന്നുള്ളൊരു. അത് ആ സിസ്റ്ററിൻ്റെ പ്രത്യേകത, ഓരോ വാക്കും നല്ല ക്ലിയറാണ്, നല്ല ക്ലാരിറ്റിയാണ്. അതിൽ ഫീലിംഗ് കൊടുത്ത് പാടുമ്പോൾ അവിടെ ഉള്ളവർ എല്ലാവരും അതിൽ ലയിച്ചു പോകും. ദൈവം തന്നെ എന്നെ പഠിപ്പിച്ചതാണ്, ഞാൻ പഠിച്ചിട്ടില്ല. എൻ്റെ കൃപ എന്ന് പറയുന്നത് മാനന്തവാടി രൂപതയല്ല, കേരളത്തിലുള്ള എല്ലാ രൂപതകളിലും ഈ പട്ടത്തിന് പാടാനായിട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിനെല്ലാം ഇവരുടെ പിന്തുണയാണ്. പേര് പറഞ്ഞ എല്ലാവർക്കും അറിയാം. പിന്നെ ഏറ്റവും ദൈവത്തിന് നന്ദി പറയേണ്ടത് വചനം പറയുക എന്ന് പറയുന്നുണ്ടല്ലോ, ക്ലാസ്സുകൾ. ഞാൻ മിഷൻ ലീഗിൽ മാനന്തവാടി രൂപതയിൽ 9 വർഷം ജോയിൻറ്റ് ഡയറക്ടറായിട്ട് സേവനം ചെയ്തു. അതോടൊപ്പം ഓൾ കേരള സംസ്ഥാനത്തിൻ്റെ അസിസ്റ്റൻറ്റ് ജോയിൻറ്റ് ഡയറക്ടറായിട്ട് 3 വർഷം അസിസ്റ്റൻറ്റ് ജോയിൻറ്റ് ഡയറക്ടറായിട്ട്, പിന്നെ 3 വർഷം എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട്. അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ രൂപതയിലും, അതാണ് ദൈവത്തിന് നന്ദി പറയേണ്ടത്, എല്ലാ രൂപതയിലും മിക്കവാറും ഇടവയിൽ ക്ലാസ്സുകൾ എടുക്കുവാനായിട്ട് കുട്ടികൾക്ക്, അമ്മമാർക്ക്,
പിഞ്ചു കുഞ്ഞുങ്ങൾക്കെല്ലാം ക്ലാസ് എടുക്കുവാനായിട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വചനം പാടുന്ന സിസ്റ്ററെ ഒത്തിരി നന്ദി. പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഇവിടെ എത്തുവാനും പ്രേക്ഷകർക്ക് വേണ്ടി ഇവിടെ എത്തിയതിനോർത്ത് ഒത്തിരി നന്ദി പറയുകയാണ്. സമൃദ്ധമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. അവസാനം വരെ, ജീവിത അവസാനം വരെ ഈ ശബ്ദം മാറാതെ, പൊടി പോലും മാറ്റപ്പെടാതെ അതേപോലെ നിലനിർത്തുവാനായിട്ട് സർവ്വശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിനീലച്ചാ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ശാലോമിൽ കൂടി തന്നെ ജനലക്ഷങ്ങളാണ് അച്ഛൻ്റെയൊക്കെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും നിങ്ങൾ ചേട്ടനും അനിയനും സൂപ്പർ പാട്ടുകാരാണ്. ആ മാതാപിതാക്കളെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. ഒരു പാട്ടൊന്ന് പാടാവോ, ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്? എല്ലാവരും കേൾക്കുന്നുണ്ട്, പക്ഷേ ഈ വേദിയിൽ വെച്ച് എനിക്കൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് പാടുമോ പ്ലീസ്? തീർച്ചയായും. പരിശുദ്ധൻ മഹോന്നത ദൈവം എന്ന് പറഞ്ഞൊരു എല്ലാവർക്കും ഇഷ്ടം, പ്രത്യേകിച്ച് യൂത്ത് പിള്ളേരെല്ലാം ഏറ്റെടുത്തൊരു പാട്ടാണ്. ആ പാട്ട് പാടാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ അച്ഛാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അവനത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ, രാജാതിരാജനാം മിശിഹാ. അവനത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ, രാജാതിരാജനാം മിശിഹാ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അച്ഛാ, നന്നായിരിക്കുന്നു. കൺഗ്രാജുലേഷൻ. താങ്ക് യു സിസ്റ്റർ. നന്നായി പാടി. ഈ പാട്ടാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും തന്നെ പാടുന്നൊരു പാട്ടാണ്. ആഹാഹാ, ഹാലേലിയൊക്കെ കോറസ് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. പല ലെവലിൽ വെച്ചാൽ പാടുന്നതാണ്. നന്നായിട്ട് പാടി അച്ഛൻ. കൺഗ്രാജുലേഷൻ കേട്ടോ. താങ്ക് യു സിസ്റ്റർ. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. സിസ്റ്ററിൻ്റെ വലിയൊരു സാന്നിധ്യം. ദൈവം വീണ്ടും വീണ്ടും സിസ്റ്ററിനെ അനുഗ്രഹിക്കട്ടെ. ഹെവൻലി മെലോഡീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി പുതിയ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഓ സ്നേഹഗായക, ഞാനൊന്നു പാടിടാം നിൻ ദിവ്യ കീർത്തനം. എന്നെ മറന്നു ഞാൻ. ഓ സ്നേഹഗായക, ഞാനൊന്നു പാടിടാം നിൻ ദിവ്യ കീർത്തനം. എന്നെ മറന്നു